Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ലിറ്റ്മോസ്ഫിയറിൻ്റെ കഴിഞ്ഞ വർഷത്തിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ലിറ്റ്മോസ്ഫിയറിൻ്റെ പറയാനുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, കഴിഞ്ഞ വർഷമാണ് ഈ ഒരു സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. പുതിയ സിലബസ് പ്രകാരം ലിറ്റ്മോസ്ഫിയർ എന്ന സബ്ജക്റ്റ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ നിങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റ് രണ്ടാമത് എഴുതാൻ പോകുന്ന കുട്ടികൾ. 2024 മാർച്ചിൽ എഴുതാൻ പോകുന്ന ബാച്ചാണ് ഈ സബ്ജക്റ്റ് സെക്കൻഡ് ടൈം രണ്ടാമത് എഴുതാൻ പോകുന്ന ബാച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഒരൊറ്റൊരു കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നും അധികം ഇല്ല. കഴിഞ്ഞ ഒരൊറ്റൊരു വർഷത്തെ പേപ്പർ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു കഴിഞ്ഞ വർഷത്തിൽ തന്നെ BCom BBAക്കാർക്ക് ഒരു പേപ്പറും BA BSCക്കാർക്ക് ഒരു പേപ്പറും ആയിരുന്നു. അതായത് BCom BBAക്കാർ കാലത്തും BA BSCക്കാർ രാവിലെ, അങ്ങനത്തെ രീതിക്കായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെയും BCom BBAക്കാരുടെയും BA BSCക്കാരുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ മുഴുവൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്കുള്ള ബാച്ചുകാർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് രാവിലെ ഇപ്പോൾ BCom BBAയുടെ ആണ് രാവിലെ എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. കാരണം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്കലത്തെ ബാച്ചുകാർക്ക് ചോദിക്കുന്നുണ്ട്. ഒരു 2 ചോദ്യമെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2 മാർക്കിൻ്റെ സെക്ഷൻ നോക്കിയപ്പോൾ 2 ചോദ്യമാണ് റിപ്പീറ്റ്, സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ ഏതാണോ ബാച്ച്, അവരുടെ എക്സാം കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. എല്ലാതും ഷോർട്ടസ് എസ്സേ ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. കാരണം റിപ്പീറ്റ് ചെയ്യാൻ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടം നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊന്നും നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ഇനി ഈ ഒരു 2 മാർക്കിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ഒഴിച്ച ബാക്കി എല്ലാം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആ സെയിം ആയിട്ട് വന്ന ചോദ്യം ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് BA BSCക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇത് പഠിക്കണം, കാരണം നമ്മുടെ സബ്ജക്റ്റ് സെയിം ആണ്, ലിറ്റ്മോസ്ഫിയർ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കിയേ, വൈ ഡിഡ് പേൾ ചേഞ്ച് ഹെർ അപ്പിയറൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. എല്ലാ കുട്ടികളും ചോദിക്കുന്ന കാര്യമാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസ് മാത്രം കണ്ടുപോയാൽ പാസ്സാവും എന്നുള്ളത്. പാസ്സാവില്ല, കാരണം അത്രയും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായിട്ട് കാണണം. ഇൻട്രോ ലൈൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടുപോകണം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, നിങ്ങൾ നേരിട്ട് ഈ ഒരു ആൻസറിലേക്ക് പോവാതെ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് പാഠഭാഗത്തിലെയാണ്, അതിൻ്റെ റൈറ്റർ ആരാണെന്നും കൂടി എഴുതണം. ഇപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പേൾ ഈസ് ദി മെയിൻ ക്യാരക്ടർ ഇൻ ദി കമ്പ്യൂട്ടർ ആനിമേറ്റഡ് എക്സ്പെരിമെൻ്റൽ ഷോർട്ട് ഫിലിം പേൾ ബൈ ക്രിസ്റ്റീൻ ലെസ്റ്റർ. ക്രിസ്റ്റീൻ ലെസ്റ്ററിൻ്റെ പേൾ എന്നുള്ളൊരു ഷോർട്ട് ഫിലിമാണിത്. ഇത് ഒരു കമ്പ്യൂട്ടർ ആനിമേറ്റഡ് എക്സ്പെരിമെൻ്റൽ ഷോർട്ട് ഫിലിമാണ്. അതിലെ മെയിൻ ക്യാരക്ടറാണ് പേൾ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ക്യാരക്ടറിൻ്റെ പേരും ചാപ്റ്ററിൻ്റെ പേരും സെയിം ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ഇൻട്രോ ലൈൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്ററിനും ഇൻട്രോ ലൈൻ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഇൻട്രോ ലൈൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കണ്ട് പഠിച്ചു പോകാൻ ശ്രമിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു ഇൻട്രോ ലൈൻ കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന്, നോക്കുന്ന ടീച്ചേഴ്സിന് ഒരു ഇംപ്രഷൻ ഉണ്ടാവും, ഈ കുട്ടിക്ക് ഏതാ പാഠഭാഗം എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പം ഇനി ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സ് അത് ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് തരാൻ സാധ്യതയുണ്ട്. കാരണം ആ കുട്ടിക്ക് ചാപ്റ്റർ വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കുട്ടിയല്ലേ. അപ്പം എന്തെങ്കിലും തെറ്റ് പറ്റിയതാവാം എന്നുള്ള രീതിക്ക് മാർക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതേപോലെ ഒരു നല്ല ഭംഗിയിൽ ഇൻട്രോ ലൈനൊക്കെ കൊടുത്ത് നിങ്ങൾ എഴുതുക. മനസ്സിലായോ? അപ്പോൾ അത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ അതിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട. അതേപോലെ തന്നെ നമ്മൾ അതിൽ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇപ്പം ഞാൻ ഈ ഒരു ആൻസറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലൈൻ ഞാൻ റെഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെൻസിൽ വെച്ചൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2 മാർക്ക് ആയിക്കോട്ടെ, ഷോർട്ടസ് ആയിക്കോട്ടെ, എസ്സേ ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോ ലൈൻ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് വരുമ്പം, പോൾ ഒബ്സർവ്സ് ഫ്രം ഫോട്ടോസ് ഓഫ് ദി കമ്പനീസ് ക്യാപിറ്റൽ ടീം. കമ്പനിയുടെ ക്യാപിറ്റൽ ടീമിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് പേളിന് ഒരു എന്താ പറയുക, ഇങ്ങനെ അപ്പിയറൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നൊരു ആഗ്രഹം വരുന്നത്. ദാറ്റ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് വൈറ്റ് മാൻ ഇൻ സിമിലർ പവർ സ്യൂട്ട്സ് ആൻഡ് ഹെയർ സ്റ്റൈൽസ്. ആ ഒരു ഫോട്ടോസിൽ കണ്ടപ്പോൾ
എല്ലാവരും തന്നെ അതിൽ ഫുൾ മെന്നായിരുന്നു. മെയിലാണല്ലോ അവിടെ കൂടുതലല്ല, ആ ഒരു BRO ക്യാപിറ്റലിൽ മെയിൽ ആൾക്കാർ ഓഫീസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവരെല്ലാവരും പവർ സ്യൂട്ട്സും നല്ല ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു. ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് പേൾ തൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ബാർക്കർ എന്നുള്ളതാണ്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചോദ്യം ഇല്ല. മനസ്സിലായോ? അപ്പോൾ ആരാണ് ബാർക്കർ? ഇത് വരുന്നത് ഏത് പാഠഭാഗത്തിലാണ് നമ്മൾ ആദ്യം എഴുതണം. ബാർക്കർ ഈസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ ഡിറ്റക്റ്റീവ് സ്റ്റോറി ദി അഡ്വഞ്ചർ ഓഫ് ദി റിട്ടയർഡ് കളർ മാൻ റിട്ടൺ ബൈ ആർത്തർ കോനൻ ഡോയിൽ. അദ്ദേഹം എഴുതിയ റിട്ടയർഡ് കളർ മാൻ, അഡ്വഞ്ചർ ഓഫ് ദി റിട്ടയർഡ് കളർ മാൻ എന്ന് പറയുന്ന സ്റ്റോറിയിലെ, ഡിറ്റക്റ്റീവ് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയാം നമുക്ക്. കാരണം ലാസ്റ്റ് ആൾ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഷെർലക് ഹോംസിനെയും വാട്സനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ആളാണ് ബാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ബാർക്കർ ഈസ് എ ടോൾ, ഡാർക്ക്, ഹെവിലി മോസ്റ്റ് റാദർ മിലിറ്ററി ലുക്കിംഗ് മാൻ. ഇത് കറക്റ്റായിട്ട് ഈ സെൻറ്റൻസ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ഇത് ബാർക്കറിനെ കുറിച്ച് 2 വട്ടമൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. ആൾ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? കംസ് ടു ഹെൽപ്പ് ഹോംസ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർക്കർ വരുന്നത്. അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടു പോയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ വീഡിയോ കാണാം കേട്ടോ. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദി പ്രോബ്ലം ഓഫ് ദി കസ്റ്റമർ ഇൻ ദ കോക്രോച്ച് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിലെ കസ്റ്റമറുടെ പ്രശ്നം എന്തായിരുന്നു? ദ കോക്രോച്ച് ഇസ് എ പൊളിറ്റിക്കൽ satire സ്റ്റോറി റിട്ടൺ ബൈ ലൂയിസ് ഫെർണാണ്ടോ വെരസിമോ. ദ പ്രോബ്ലം ഓഫ് ദി കസ്റ്റമർ വാസ് ദാറ്റ് ഹി ഫൗണ്ട് എ ഡെഡ് കോക്രോച്ച് ഇൻ ദി സാലഡ് ഹി വാസ് ഗിവൺ. ആൾക്ക് കിട്ടിയ ഒരു സാലഡിൽ ഒരു ഡെഡ് കോക്രോച്ച് ഉണ്ടായിരുന്നു. അതാണ് ആളുടെ പ്രശ്നം. അപ്പോൾ ആൾ ഇതിന് എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കീ ടേം ഏതാ, അല്ലെങ്കിൽ ഒരു കീ സെൻറ്റൻസ് ഏതാണ്? ഫൗണ്ട് എ ഡെഡ് കോക്രോച്ച് എന്നുള്ളതാ. അപ്പോൾ നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാന്ന് വെച്ചാൽ ടീച്ചർക്ക് ഒരൊറ്റ നോട്ടത്തിൽ അത് കണ്ടാൽ തന്നെ മാർക്ക് ഇടും. കാരണം അതാണ് അതിൻ്റെ എക്സാക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ അതേപോലെ ഓരോ സെൻറ്റൻസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് എക്സാമിന് എഴുതാൻ വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അതിരുന്ന് കടുപ്പിച്ച് എഴുതാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്താൽ മതി, സിമ്പിളായിട്ട്. അപ്പോൾ ഒരു കയ്യിൽ പെൻസിലും വെച്ചിട്ട്, ലെഫ്റ്റ് ഹാൻഡിൽ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ ആൻസർ എഴുതുക, ഇപ്പുറത്തെ ആൻസർ എഴുതുക. എന്നിട്ട് ഓരോ ഇങ്ങനത്തെ ടേംസ് ഒക്കെ കാണുമ്പോൾ അപ്പം തന്നെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അത് വെച്ചിട്ട് ഇനി ആൻസർ ഷീറ്റ് നോക്കുന്ന ടീച്ചർക്ക് ഫുള്ള് വെട്ടും കുത്തും കാണേണ്ട ഒരു സിറ്റുവേഷൻ വരുത്തരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സോ കുഞ്ഞ് സെൻറ്റൻസിൻ്റെ ഒരു കുഞ്ഞ് പോർഷനോ അങ്ങനെ മാത്രം ലൈറ്റായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി 4th ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ പോയിം ദ സ്ലീപ്പിംഗ് ഫൂൾ വാട്ട് ഡസ് ദ ഡ്രീമർ ഡു വിത്ത് ഹിസ് ഡ്രീം. ആളുടെ ഡ്രീം കൊണ്ട് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഇൻട്രോ ലൈൻ നോക്കുക. ദ സ്ലീപ്പിംഗ് ഫൂൾ ഈസ് എ ഫെമിനിസ്റ്റ് പോയം റിട്ടൺ ബൈ സുനിധി നംജോഷി. ദ ഡ്രീമർ എബ്സ്കോൺസ് വിത്ത് ഹിസ് ഡ്രീം. അപ്പോൾ ആ എബ്സ്കോൺസ് എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി. എബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓടിപ്പോവുക, ഒളിച്ചോടുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ആളുടെ ഡ്രീമുമായിട്ട് ഓടുകയാണെന്നാണ് പറയുന്നത്. 5ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ഡെഡ് കാനറി ഇൻ മിസസ് റൈറ്റ് സ്വീയിങ് ബാസ്ക്കറ്റ്. നമ്മുടെ മിസസ് റൈറ്റിൻ്റെ ഇത് ഏത് ചാപ്റ്ററാണ്? ട്രൈഫിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. അതിൽ മിസസ് റൈറ്റിൻ്റെ ആ ഒരു ബാസ്ക്കറ്റിൽ നിന്നൊരു ഡെഡ് കാനറീനെ കിട്ടുന്നില്ല. കാനറി മീൻസ് ഒരു പക്ഷി, ആ ഒരു ചത്ത പക്ഷീനെ കിട്ടുന്നുണ്ട് അല്ലേ? ഒരു നല്ല ഭംഗിയുള്ള റെഡ് കളർ ഫാൻസി ബോക്സിൽ ഒരു സിൽക്ക് പീസ് കൊണ്ടാണ് അത് ഇങ്ങനെ പൊതിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. This from the feminist play Trifles written by Susan Glaspell. The implication is that John Wright wrung the neck of the canary. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ റൈറ്റ് ആ ഒരു കിളിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നുള്ളതാണ്. റങ് ദ നെക്ക് എന്ന് പറഞ്ഞാൽ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ആസ് റിവെഞ്ച് മിസസ് റൈറ്റ് കിൽഡ് ഹെർ ഹസ്ബൻഡ് വിത്ത് എ റോപ്പ് എറൗണ്ട് ഹിസ് നെക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതികാരം എന്നോണമാണ് തൻ്റെ ഭർത്താവിനെ അതേ രീതിയിൽ നെക്കിൽ റോപ്പ് ചുറ്റിയിട്ട് കൊല്ലുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ആർ ദി അപ്രിഹെൻഷൻസ് ഓഫ് ദി പോയിറ്റ് അബൌട്ട് ദി ഫ്യൂച്ചർ ഇൻ ടു പോസ്പെരിറ്റി എന്ന് പറഞ്ഞ ഒരു കവിതയിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കവി പറയുന്നത്? ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ പറയുന്നത്? ടു പോസ്റ്റെറിറ്റി ഈസ് എ ഫോൾട്ട് ഫൈൻഡിങ് പോയം. എന്താ ഫോൾട്ട് ഫൈൻഡിങ് പോയം എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കുക എന്ന് പറയില്ല, അങ്ങനെ വിമർശന രീതിയിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ടു പോസ്റ്റെറിറ്റി. സോ To posterity is a fault-finding poem written by Louis Mechanis. The apprehensions of the poet about the future are that as the new media has replaced റീഡിങ് ആൻഡ് സ്പീക്കിംഗ്, നമ്മുടെ മീഡിയ എല്ലാം തന്നെ നമ്മുടെ വായനയെയും സംസാരത്തെയും റീപ്ലേസ് ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
സെവൻത്ത് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വാസ് ദി അൺസ്പോക്കൺ ഫ്രേസ് ദാറ്റ് ഹണ്ടഡ് ദി ഹൗസ് ഇൻ ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ. റോക്കിംഗ് ഹോഴ്സ് വിന്നർ എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിലെ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അൺസ്പോക്കൺ ഫ്രേസ്. അതായത് അതിലുള്ളവർ പറയാതെ പറഞ്ഞില്ലെങ്കിലും നമുക്ക് ആ വീട്ടിൽ അത് മുഴങ്ങുന്നത് പോലെ കേൾക്കാം. അതെന്താണ്, ആ ഒരു സെന്റൻസ് ഏതാ, ഒരു ഫ്രേസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ WH ലോറൻസ് വിത്ത് ലോട്ട്സ് ഓഫ് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ദ റോക്കിംഗ് ഹോഴ്സ് വിന്നർ. അപ്പോൾ അവിടെ ആ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ മുഴങ്ങി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രേസ് ഏതാണ്? ദി അൺസ്പോക്കൺ ഫ്രേസ് ദാറ്റ് ഹണ്ടഡ് ദ ഹൗസ് വാസ് ദർ മസ്റ്റ് ബി മോർ മണി, ദർ മസ്റ്റ് ബി മോർ മണി. ഇനിയും പണം വേണം എന്നുള്ളതാ. അത് അമ്മയാണ് കൂടുതലും പറയാറുള്ളത്. പക്ഷേ അമ്മ പറഞ്ഞില്ലെങ്കിലും തന്നെ, ഹെസ്റ്റർ ആയിട്ടുള്ള അമ്മ പറഞ്ഞില്ലെങ്കിലും തന്നെ ആ വീട്ടിൽ കേൾക്കാമായിരുന്നു. ദാറ്റ് മീൻസ് അവരുടെ ഒരു പ്രവർത്തികൾ മൂലം കുട്ടികൾക്ക് വരെ അത് കേൾക്കാമായിരുന്നു. ദ ചിൽഡ്രൻ കുഡ് ഹിയർ ഇറ്റ് ഓൾ ദി ടൈം ഓൾദോ നോബഡി സെഡ് ഇറ്റ് ലൗഡ്. ഉറക്കെ ആരും പറഞ്ഞില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് അത് കേൾക്കണ പോലെ ആയിരുന്നു. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് അക്കോർഡിംഗ് ടു ദി ഫ്ലബേർട്ട് വുഡ് ബി റോങ് ടു സീ ഇൻ ഹിസ് പ്രപ്പോസ്ഡ് ബുക്ക്. അപ്പോൾ മെമ്മോയീസ് ഓഫ് എ മാഡ്മാൻ എല്ലാ കുട്ടികൾക്കും കുറച്ച് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ, മെമ്മോയീസ് ഓഫ് മാഡ്മാൻ. അത് നിങ്ങൾ ആ ഒരു മാഡ്നസ്സോട് കൂടിയിട്ട് തന്നെ പഠിച്ചാലേ മനസ്സിൽ നിൽക്കുള്ളൂ കേട്ടോ. അതിൻ്റെ തീം കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് മെയിനായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൽ റൈറ്റർ പറയുന്നുണ്ട്, ഈ ഒരു പുസ്തകത്തിൽ നിങ്ങൾ എന്തെങ്കിലും റോങ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും എന്നാണ്, അതാണ് ചോദ്യം. ഇതിൽ എന്ത് റോങ് ആയിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. മെമ്മോയീസ് ഓഫ് എ മാഡ്മാൻ ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് റൈറ്റിംഗ്സ് ഓഫ് ഫ്ലബേർട്ട്. ഫ്ലബേർട്ട് ആക്ച്വലി ഒരു 16 വയസ്സുള്ളപ്പോൾ എഴുതുന്ന ഒരു ബുക്കാണത്. ആക്ച്വലി കുറേ ഉണ്ട് കേട്ടോ, കുറേ സ്റ്റോറീസ് ഉള്ള ഒരു ഓർമ്മക്കുറിപ്പിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ 1 മാത്രമാണ് ഈ മെമ്മോയീസ് ഓഫ് എ മാഡ്മാൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദി നറേറ്റർ ഇറ്റ് വുഡ് ബി റോങ് ടു സീ ഇൻ ദിസ് ബുക്ക് എനിത്തിങ് അതർ ദാൻ ദി ഡിസ്ട്രാക്ഷൻസ് ഓഫ് എ പുവർ മാഡ്മാൻ. ഒരു ഭ്രാന്തൻ്റെ എന്താ പറയുക ചിന്തകളല്ലാതെ വേറെ എന്തെങ്കിലും, ഭ്രാന്തൻ്റെ കൽപ്പനകളല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റായിട്ടുള്ള കാര്യം. ഇതൊരു ഭ്രാന്തൻ എഴുതുന്ന പുസ്തകമാണ്, വളരെയധികം മാഡ്നസ്സോട് കൂടി എഴുതുന്ന ഒരു പുസ്തകമാണെന്നൊക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയല്ലാതെ വേറെ എന്തെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്, അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദ ലൈൻ ഇമാജിനറി ഗാർഡൻ വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. ഇതും ഒരു ഇൻഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ചോദ്യമാണ്. ദിസ് ലൈൻ ഈസ് ഫ്രം ദി പോയം പോയട്രി റിട്ടൺ ബൈ മറീൻ മൂർ. ഇമാജിനറി ഗാർഡൻസ് വിത്ത് ദ റിയൽ തോട്ട്സ് ഇൻ ദം വിച്ച് സജസ്റ്റ് ദാറ്റ് വൈൽ പോയറ്റ്സ് മേ ക്രിയേറ്റ് സ്റ്റോറീസ് ആൻഡ് സെറ്റിംഗ്സ് ദാറ്റ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ദ റിയൽ വേൾഡ്. അതായത് നമുക്കറിയാം പോയറ്റ്സ് ആയാലും റൈറ്റേഴ്സ് ആയാലും ഇമാജിനേഷനാണ് ഫുൾ, അല്ലെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതൽ എഴുതാറുള്ളത്. പുഴ ചിരിക്കുന്നു, അല്ലെ മഴ കരയുന്നു. അപ്പോൾ അതൊക്കെ ഫുൾ എന്താ പറയുക ഇമാജിനേഷനിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ ഒരു റിയാലിറ്റി കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വായിക്കുമ്പോൾ പല അങ്ങനത്തെ ജസ്റ്റ് ഇമാജിനേഷൻസ് ആണെങ്കിലും വായിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും റിയൽ ആയിട്ട് അല്ലെങ്കിൽ റിയൽ വേൾഡായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത്തരം രീതിയിലാണ് നല്ല പോയിറ്റ്സ് ഒക്കെ എഴുതാറ്. ബാക്കി എന്താ പറയുക ഹാഫ് പോയിറ്റ്സ് ഒക്കെ വേറെ രീതിയിൽ ബാക്കിയുള്ള പോയിറ്റ്സിനെ നിന്ന് കട്ടെടുത്ത് എഴുതുന്നവരാണ് ഹാഫ് പോയിറ്റ്സ്. അപ്പോൾ ഹാഫ് പോയിറ്റ്സിനെ കുറിച്ചും പോയട്രിയിൽ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാഫ് പോയിറ്റ്സ് ആരാണെന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസ് മീൻ ചെയ്യുന്നത് എന്താ? ആ ഒരു ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇമാജിനേഷനാണ്, പക്ഷെ അതിലൊരു റിയാലിറ്റി കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഇനി അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി മർഡറേഴ്സ് ഇൻ അഗാഥ ക്രിസ്റ്റി സ്റ്റോറീസ്? ഇതും ഇൻഡയറക്റ്റ് ചോദ്യമാണ്. അഗാഥ ക്രിസ്റ്റീൻ്റെ എക്സെപ്റ്റ്സ് ഫ്രം എൻ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുകയാണ് അഗാഥ ക്രിസ്റ്റീൻ്റെ ബാക്കി എല്ലാ മേർഡറേഴ്സിൻ്റെയും ഇങ്ങനത്തെയുള്ള കഥകളുടെയൊക്കെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഈ ഒരു ഇത് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ളൊരു നോവൽ എഴുതിയിരിക്കുന്നത് പോയിസൺ കൊടുത്ത് ഭാര്യനെ കൊല്ലുന്ന ഒരു ഭർത്താവ്, അങ്ങനത്തെ രീതിക്കാണ് അഗാഥ ക്രിസ്റ്റി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം ബാക്കി എല്ലാതും ഈ ഒരു തരത്തിലായിരിക്കാം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇൻ അഗാഥ ക്രിസ്റ്റീസ് നോവൽസ് മർഡർ ആൻഡ് ഫിനാൻഷ്യൽ ഫ്രോഡ് ആർ ഓഫൺ ഇൻ്റർവൈൻഡ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലും പറയുന്നുണ്ട് എന്താ പണത്തിന് വേണ്ടിയിട്ടാണ് ഭാര്യനെ കൊല്ലാൻ ശ്രമിക്കുന്നത് പോയിസൺ കൊടുത്തിട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് ഇവിടെ എഴുതാം. പിന്നെ മർഡറേഴ്സ് ആർ മോർ ലൈക്ലി ടു ബി മെൻ, അല്ലെ പുരുഷന്മാരാണ് കൂടുതലും കൊലയാളികൾ. പിന്നെ ആ ഒരു പോയിസൻ്റെ കാര്യം ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ചോദ്യമാണ്. അടുത്ത ചോദ്യം.
വാട്ട് ബ്രിങ്സ് ന്യൂ ഓർഡർ അക്കോർഡിംഗ് ടു റിംബോത്ത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലൊക്കെ ആ ഒരു പോയിന്റിന്റെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റിംബോത്ത് എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഏത് പാഠഭാഗമാണ്, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ ഇൻട്രോ ലൈൻ്റെ വീഡിയോ പോയി കാണാനായിട്ട്. അതിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സിന്റെ പേര്, അതിന്റെ എഴുത്തുകാരന്റെ പേര്, ഇൻട്രോ ലൈൻ, അത് കഥയാണോ കവിതയാണോ എസ്സേ ആണോ പ്ലേ ആണോ, ഇങ്ങനെയൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ആൻസറിലേക്ക് വരുമ്പം ടു എ റീസൺ എന്ന് പറയുന്നതിൻ്റെ റൈറ്ററാണ് ആർത്തർ റിംബോത്ത്. അപ്പോൾ ടു എ റീസൺ ഈസ് എ ഫ്രീ വേഴ്സ് പോയം റിട്ടൺ ബൈ ആർത്തർ റിംബോത്ത്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു റൈമിംഗ് സ്കീം ഒന്നും ഫോളോ ചെയ്യാതെ എഴുതിയിരിക്കുന്ന ഒരു കവിത. അക്കോർഡിംഗ് ടു ദ പോയിറ്റ്, എ ടച്ച് ഓഫ് യുവർ ഫിംഗർ ഓൺ ദി ഡ്രം വിൽ ബ്രിങ് ദ ന്യൂ വേൾഡ് ഓർഡർ. അതായത് നിങ്ങൾ നിങ്ങളുടെ കൈവിരൽ കൊണ്ട് ഡ്രമ്മിൽ അടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി പുതിയൊരു സംഗീതമുണ്ടാക്കി ഒരു പുതിയൊരു വേൾഡ് ഓർഡർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആ തങ്ങളെല്ലാം രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു വ്യക്തി വരും. എങ്ങനെയാണോ പൈപ്പർ ആ സ്റ്റോറിയിൽ പൈപ്പറുമായിട്ട് വന്നത്, ആ ഒരു കുഴലുമായിട്ട് വന്നത്, അതേപോലെ ഒരു ഡ്രമ്മുമായിട്ട് ഒരാൾ വന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് അവിടെ ഉള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, വെസ്റ്റേണിലുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു ഡയലോഗാണിത്. വെൻ യു ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് the new world order, people will follow you like the soldiers marching behind their leader. അത് മാത്രമല്ല, നിങ്ങൾ ആ ഡ്രമ്മുമായിട്ട് വന്ന് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് പേര് പിന്നാലെ നടക്കാനുണ്ടായിരിക്കും. എങ്ങനെയാണോ ഒരു ലീഡറിന്റെ പിന്നാലെ സോൾജേഴ്സ് മാർച്ച് ചെയ്തു പോവുക, അതേപോലെ നിങ്ങളുടെ പിന്നാലെ നടക്കാൻ ഒരുപാട് പേരുണ്ടാവും എന്നും ഇതിൽ പറയുന്നു. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ആംപിയർലി ഡിസ്ട്രാക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. എങ്ങനെയാണ് ആംപിയർലി ആ ഒരു ഇൻവെസ്റ്റിഗേഷനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, വഴിതിരിച്ചു വിടുന്നത് എങ്ങനെയാണ്? ഇത് വന്നിരിക്കുന്ന പാഠഭാഗം എന്ന് പറയുന്നത് ദി അഡ്വെഞ്ചർ ഓഫ് ദി റിട്ടയർഡ് കളർമാൻ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വെരി മച്ച് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി റിട്ടൺ ബൈ ആർത്തർ കോനൻ ഡോയിൽ. ആംപിയർലി ഡിസ്ട്രാക്റ്റഡ് ദി ഇൻവെസ്റ്റിഗേഷൻ ബൈ ഗോയിങ് ടു ഹോം ഹിംസെൽഫ് ടു ഡു ദി ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മുടെ ഈ ഒരു കൊലപാതകം ചെയ്തത് ആംപിയർലി ആണ്. ജോസി ആംപിയർലി എന്ന് പറയുന്ന വ്യക്തിയാണ്, ഒരു ഓൾഡ് മാൻ. ആള് കൊലപാതകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് തന്നെ, ഡിറ്റക്റ്റീവിൻ്റെ അടുത്തേക്ക് തന്നെ കേസ് കൊടുക്കാനായിട്ട് പോയേക്കാണ്. ഇങ്ങനെ എൻ്റെ ഭാര്യനെ കാണാനില്ല, കാമുകനെ കാണാനില്ല, എൻ്റെ 7,000 പൗണ്ട്സും ഷെയർ സർട്ടിഫിക്കറ്റ്സും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവിൻ്റെ അടുത്തേക്ക് തന്നെ കേസ് അന്വേഷിക്കാനായിട്ട് കൊടുക്കാൻ പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ഇയാളെ സംശയിക്കില്ലല്ലോ, ഇയാളല്ലേ കേസ് തന്നിരിക്കുന്നത്, അപ്പോൾ ആരും ഇയാളെ സംശയിക്കില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അദ്ദേഹം ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. സോ ഇതാണ് കഴിഞ്ഞ വർഷം BA BSc കാർക്ക് ചോദിച്ചിരിക്കുന്ന 12 ക്വസ്റ്റ്യൻസ്. ഇത് 2 മാർക്കിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ സീലിങ്ങിൻ്റെ കാര്യമൊക്കെ ഉണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. എങ്ങനെയാണ് എക്സാം എഴുതുമ്പോൾ സീലിംഗ് ഒക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എത്ര ക്വസ്റ്റ്യൻസ് എഴുതണം, സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പം 2 മാർക്കിന് നിങ്ങൾ ഇത്രയാണ് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ ചെറിയൊരു പാരഗ്രാഫ്, ഒരു 4-5 സെൻറ്റൻസ് ഉള്ള ചെറിയൊരു പാരഗ്രാഫ് ആയിട്ട് വേണം നിങ്ങൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി അടുത്ത പാർട്ട് വീഡിയോ നമ്മൾ BCom BBAക്കാരുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. 13 മുതൽ ഉള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 13 ഞാൻ നമ്പർ ഇട്ടേക്കുന്നതാണ് കേട്ടോ BCom BBAക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ BCom BBAക്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര കോമഡിയാണ്. നിങ്ങൾ എല്ലാവരും അത് കാണണം. കാരണം അത്രയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ നെക്സ്റ്റ് പാർട്ട് വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യാം. സോ നമുക്ക് അത് കൃത്യമായിട്ട് പഠിക്കണം. കാരണം അത്രയും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ BA BSc സ്റ്റുഡൻസ് എല്ലാവരും ആ വീഡിയോ കണ്ടോളൂ. കാരണം ഇനി അടുത്ത വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മീൻസ് ഈ വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എനിവേ ഈ 12 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ബാക്കി ഇതേപോലെ നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഇങ്ങനെ ചോദിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്ത ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക ആ പാഠഭാഗത്തിലെ. ഇതിപ്പോൾ ഏത് പാഠഭാഗം ഇമ്പോർട്ടൻ്റ് നമുക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ ഷോർട്ടസ്റ്റ് എസ്സേൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കാണണം. ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ ഒന്ന് റിവ്യൂ ഒന്ന് ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഹെൽപ്ഫുൾ ആണോ, യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.